ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് വിവോക്ക ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2-ൽ നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻ ഡയാലിസിസ്. അതായത് നമ്മുടെ ഡയാലിസിസ് സമയത്തുള്ള ഇൻഫെക്ഷൻ കൺട്രോളിനെ നമുക്ക് എങ്ങനെയൊക്കെ നടപ്പിലാക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ ഡ്യൂറിങ് ഡയാലിസിസ് എന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് തന്നിരിക്കുന്നത് ജനറൽ പ്രിക്കോഷൻസ് ഫോർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻ്റ്. അതായത് ഒരു ഡയാലിസിസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയാലിസിസ് സ്റ്റാഫ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഡയാലിസിസ് യൂണിറ്റിലേക്ക് കയറുന്ന പേഷ്യൻ്റ് ആണെങ്കിലും ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത് സർവീലിയൻസ് ഫോർ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. അതായത് അവരുടെ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി സർഫസ് ആൻറ്റിജൻ്റെയോ ആൻറ്റിബോഡിയുടെയോ പ്രസൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് HBsAg, HBsAg എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കണം. നെക്സ്റ്റ് പറയുന്നത് HBsAg പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഐസൊലേഷൻ വാർഡുകൾ കൊടുക്കാം. ഐസൊലേഷൻ വാർഡുകൾ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട്. കാരണം മറ്റുള്ള പേഷ്യൻസിനെ പോലെയല്ല അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഐസൊലേഷൻ റൂം നമ്മൾ എടുക്കാം. അതുപോലെ തന്നെ HIV ഉള്ളവരെ, ഹെപ്പറ്റൈറ്റിസ് C വൈറസ് ഉള്ളവർ, ഇവരെയൊക്കെയും നമ്മളിതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റൂമിലേക്ക് മാറ്റേണ്ടതാണ്. പിന്നെ പറയുന്നത് നമ്മുടെ ഡയാലിസിസ് മെഷീനുകൾ, അതുപോലെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ 1% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് മാത്രം ക്ലീൻ ചെയ്യുക. പിന്നെ ഡയലൈസർ നമ്മൾ റീയൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു പേഷ്യൻ്റ് ഡയലൈസർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് മറ്റൊരാൾക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ HBV പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ HCV, HIV ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഡയലൈസറുകൾ നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആണ്. യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകൾ നമ്മൾ എപ്പോഴും ഫ്ലൂയിഡ് ഇംപെർമിയബിൾ ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് വേണം ധരിക്കുന്നതിന് വേണ്ടി. അതായത് ഇപ്പോൾ ബ്ലഡ് ആണെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ഡയറക്റ്റ് അവരുടെ ശരീരത്തിനോട് അത് കോണ്ടാക്റ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ പറയുന്നത് ഗ്ലൗസുകളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്ലൗസുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റി, അതായത് ഒന്നില്ലെങ്കിൽ 2-3 പേഷ്യൻസിനെ കെയർ ചെയ്തു, അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലൗസുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കൈകൾ നല്ലപോലെ വാഷ് ചെയ്യണം. ഗ്ലൗസ് ഊരിക്കഴിഞ്ഞാൽ കൈകൾ നല്ലപോലെ വാഷ് ചെയ്യണം. പിന്നെ പ്രൊട്ടക്റ്റീവ് ഐവെയറും അതുപോലെ തന്നെ ഫേസ് ഷീൽഡുകൾ ഇതൊക്കെ നമ്മൾ ധരിക്കണം. അപ്പോൾ ഫേസ് ഷീൽഡുകളൊക്കെ നമ്മൾ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്ലഡ് സ്പ്ലാഷസ് ഒക്കെ, അതായത് പെട്ടെന്ന് ബ്ലഡ് എങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് എങ്ങനെ തെറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് ഐവെയേഴ്സും അതുപോലെ തന്നെ ഫേസ് ഷീൽഡുകളൊക്കെ ധരിക്കുന്നത്. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിലുകൾ നമ്മൾ നോ റീക്യാപ്പിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് നീഡിൽസ്, പ്രോംപ്റ്റ് ഡിസ്പോസൽ ഇൻ അപ്രോപ്രിയേറ്റ് കണ്ടെയ്നർ. അതായത് നമുക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിലുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. പിന്നെ പറയുന്നത് എക്സ്പോഷർ ടു ബ്ലഡ് ആണ്. എക്സ്പോഷർ ടു ബ്ലഡിൽ വരുന്നത് നമുക്ക് HBsAg അതുപോലെ തന്നെ HBsAb അറ്റ് ടൈം ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് 6 weeks later. അതായത് നമ്മൾ HBsAg അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ആൻറ്റിബോഡി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണെങ്കിലും അടുത്തൊരു 6 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ അത് ഉള്ള ആളാണെങ്കിലും വീണ്ടും അടുത്ത 6 ആഴ്ച കഴിയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ പറയുന്നത് HIV നമുക്ക് ചെക്ക് ചെയ്യണം. HIV നമുക്ക് ഓരോ 6 ആഴ്ചകളിൽ അല്ലെങ്കിൽ 6 മാസത്തിന് ഇടയിലായിട്ട് നമ്മൾ HIV ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ HBsAg എന്ന് പറയുന്നത് HBsAg സ്റ്റാറ്റസ് ഓഫ് സോഴ്സ്
പേഷ്യൻ്റ് ഈസ് പോസിറ്റീവ് ഓർ അൺനോൺ, അഡ്മിനിസ്റ്റർ ഹെപ്പറ്റൈറ്റിസ് ബി ഇമ്മ്യൂണോഗ്ലോബുലിൻ. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ആൻറ്റിജൻ അത് ശരീരത്തിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്താണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ് അവർക്ക് കൊടുക്കണം. പിന്നെ HIV ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് അപ്പോഴാണ് അറിയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് അത് ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ കൺസെൻറ്റുകളൊക്കെ നമ്മൾ എഴുതി വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് നമുക്ക് ഏതൊക്കെ വാക്സിനുകളൊക്കെയാണ് നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതും അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻഫ്ലുവൻസ എ ആൻഡ് ബിനെ കുറിച്ചിട്ടാണ്. ഇൻഫ്ലുവൻസ എയും ബിയും നമ്മൾ സാധാരണ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ മൂലം ഉണ്ടാകുന്നത് നമുക്കൊരു ഫ്ലൂ ലൈക്ക് ഫീവറാണ്. അപ്പോൾ ആ ഒരു പനി വരുമ്പോൾ അത് നമുക്ക് ആനുവലി ആയിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ എ ആൻഡ് ബിക്കുള്ള വാക്സിനുകൾ കൊടുക്കുന്നത്. ടെറ്റനസും ഡിഫ്തീരിയയും ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ എല്ലാ 10 വർഷങ്ങൾക്കിടയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ന്യൂമോകോക്കസ് എന്ന് പറയുന്നത് ന്യൂമോകോക്കസിന് നമുക്ക് റീവാക്സിൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആൻറ്റിബോഡി എക്സ്പോഷറിനനുസരിച്ചിട്ടാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്താണ് നമുക്ക് ഇതേപോലെ തന്നെ വാക്സിനുകളൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ഈച്ച് ഇഞ്ചെക്ഷൻ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മസിൽ റൈറ്റ് ഡെൽറ്റോയിഡ് മസിൽസ്. നമുക്ക് ഈ ഒരു മെഡിസിൻ നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻ നമുക്ക് തരുന്നത് നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസിലാണ് തരുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ഡോസ് മാത്രം എടുത്താൽ പോരാ, വീണ്ടും റീയൂസ് എടുക്കാൻ അതായത് വീണ്ടും എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ റെക്കമെൻഡേഷൻ ഫോർ ഡയാലിസിസ് പേഷ്യൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാക്സിനുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ജെൻഡാമൈസിൻ ആൻഡ് ടോബ്രാമൈസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജെൻഡാമൈസിനും ടോബ്രാമൈസിൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് 3 ടൈംസ് ഒരാഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെയാണ് ഉണ്ടാവുന്നത്. ഈ ജെൻഡാമൈസിൻ അതുപോലെ തന്നെ ടോബ്രാമൈസിനൊക്കെ നമ്മൾ ലോഡിങ് ഡോസായിട്ട് കൊടുക്കുന്നത് 2 to 3 mg/kg ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് മൈൽഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സിനർജറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ നമ്മൾ 1 mg/kg എല്ലാ 48 തൊട്ട് 72 ഹവേഴ്സിനുള്ളിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഈ പേഷ്യൻസിന്. പിന്നെ നമുക്ക് എന്താണ് അപ്പോൾ 1 to 1.5 mg/kg എവരി 24 to 36 ഹവേഴ്സ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു 10 mg/L ആയിട്ടൊക്കെ അമിക്യാസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ് നമുക്ക് ടോക്സിറ്റി ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് നമ്മൾ അത്രയും അളവിൽ കൊടുക്കുന്നത്. പിന്നെ ഡയാലിസിസ് പേഷ്യൻസിന് നമുക്ക് ഈ അമിനോഗ്ലൈക്കോസൈഡ്സിനെ നമുക്ക് എന്താണ് അത് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കാം. അമിനോഗ്ലൈക്കോസൈഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെയുള്ള വാക്സിനുകളാണ്. അപ്പോൾ ഈ അമിനോഗ്ലൈക്കോസൈഡുകളുടെ എന്താണ് എണ്ണം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. വെൻ ജെൻഡാമൈസിൻ ഈസ് ഗിവൺ പോസ്റ്റ് ഹീമോഡയാലിസിസ് the magnitude of subsequent pre-dialysis level will depend on the frequency on dialysis. അപ്പോൾ നമ്മളൊരു ജെൻഡാമൈസിൻ എന്ന് പറയുന്നത് ഡയാലിസിസ് കഴിഞ്ഞ് ഒരാൾക്ക് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാളുടെ ശരീരത്തിൽ ഇപ്പം എന്താണ് പ്രീ ഡയാലിസിസ് എന്ന് പറയുന്നത് പ്രീ ഡയാലിസിസ് ലെവലുകൾ നമുക്ക് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ആസ് വെൽ ആസ് ഓൺ ദ എമൗണ്ട് ഓഫ് അഡ്മിനിസ്റ്റേർഡ് ആൻഡ് ജെൻഡാമൈസിൻ ഹാഫ് ലൈഫ് with daily or even every other day dialysis. Therapeutic peak level of approximately 4.0 to 6.0 mg/L may be associated with the pre-dialysis level of greater than 2.0 mg/L. തെറാപ്യൂട്ടിക് പീക്ക് ലെവൽസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഈ ഒരു ജെൻഡാമൈസിൻ്റെയൊക്കെ പീക്ക് ലെവൽ എന്ന് പറയുന്നത് 4.0 to 6.0 mg/L ആണ്. ഇനി പ്രീ ഡയാലിസിസ് ലെവൽ എന്ന് പറയുന്നത് 2.0 mg/L കൂടുതലാണ്.
ഇനി പ്രീ ഡയാലിസിസ് ലെവൽ എന്ന് പറയുന്നത് 2.0 mg/ലിറ്ററിന് കൂടുതലാണെങ്കിൽ മേ നോട്ട് ബി ആക്സെപ്റ്റഡ് ഇൻ തെറാപ്യൂട്ടിക് പീക്ക് ലെവൽ ആൻഡ് ഡിസയേർഡ്. ഇപ്പോൾ പേഷ്യൻ്റ് പ്രൊലോങ്ഡായിട്ട് അമിനോഗ്ലൈക്കോസൈഡ് തെറാപ്പിയൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള അമിനോഗ്ലൈക്കോസൈഡിൻ്റെ ലെവലുകളൊക്കെ 2 mg/ലിറ്ററിനേക്കാളൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ 8 mg/ലിറ്ററിനൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ പറയുന്നത് അഡീഷൻ ഓഫ് 6 mg/ലിറ്റർ ഓഫ് gentamicin into the dialysate may result in a steady state serum level of 3 to 6 mg/ലിറ്റർ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, 6 mg/ലിറ്റർ ജെൻഡാമൈസിൻ നമ്മൾ ഡയലൈസേറ്റിൽ കൊടുക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ അമിനോഗ്ലൈക്കോസൈഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 mg/ലിറ്റർ നമുക്ക് ജെൻഡാമൈസിൻ നമ്മുടെ പേഷ്യൻസിൻ്റെ ശരീരത്തിലോട്ട് സിറത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവയ്ക്കാൻ പറ്റും. പിന്നെ വിച്ച് മേ റിസൾട്ട് ഇൻ vestibular toxicity. Recommendation include administering IP aminoglycosides once a daily or only, or decreasing the concentration of IP aminoglycoside when prolonged therapy is indicated. ഇപ്പോൾ നമ്മൾ ഇൻപേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ഡെയിലി അമിനോഗ്ലൈക്കോസൈഡിൻ്റെ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോന്ന് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് IP അമിനോഗ്ലൈക്കോസൈഡ് വെൻ പ്രൊലോങ്ഡ് തെറാപ്പി ഈസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഒന്നില്ലെങ്കിൽ ഡെയിലി നമ്മൾ കൊടുക്കുക IP പേഷ്യൻസിന്, അല്ലെങ്കിൽ അമിനോഗ്ലൈക്കോസൈഡിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞു വരുന്ന കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ IP പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, അമിനോഗ്ലൈക്കോസൈഡിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് തെറാപ്പീസ് ചെയ്യാനായിട്ട് സാധിക്കും.